പ്രിയപ്പെട്ടവരെ, മുൻജന്മത്തിലെ ശത്രുക്കൾ ഈ ജന്മത്തിൽ പുത്രനായി ജനിക്കും എന്ന് പറഞ്ഞത് നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിലുള്ള എം ഹസൻ സാറാണ് ഒരിക്കൽ പറഞ്ഞ പ്രസ്താവന ഞാൻ പണ്ട് വായിച്ചത്. ഹിന്ദു പുരാണത്തിൽ അങ്ങനെ എന്തോ ഉണ്ടത്രേ. എനിക്കതിൻ്റെ ചരിത്രം അറിയില്ല. പക്ഷേ സത്യസന്ധമായി പറഞ്ഞാൽ ഏതാണ്ട് അത്തരമൊരവസ്ഥയിലാണ് ഇന്ന് ഈ ലോകം സഞ്ചരിച്ചുകൊണ്ട് പോകുന്നത്. രക്ഷകർത്താക്കളായ കുറേ പേർ മക്കൾക്ക് വേണ്ടി എന്തൊക്കെയോ കളഞ്ഞ്, അവരുടെ ജീവിതവും കളഞ്ഞ്, അവരൊരു കൂറ ഉടുപ്പും മുണ്ടുകൊടുത്ത് നല്ല ഭക്ഷണം കഴിക്കാതെ രാപകൽ അധ്വാനിച്ച് ഊണും ഉറക്കവുമില്ലാതെ അങ്ങ് കഷ്ടപ്പെടുക. ചോദിച്ചാൽ പറയുന്നത് മക്കളില്ലേ മക്കളില്ലേ എന്നാണ് പറയുന്നത്. മക്കളൊക്കെ ഉണ്ട്, പക്ഷേ ഒരമ്മയുടെ ഗതി ഒന്ന് വായിച്ചറിയേണ്ടതാണ്. സംസ്ഥാനം ഏതായാലും മനുഷ്യനാണല്ലോ. സംഗതി നടന്നത് രാജസ്ഥാനിലെ ജയ്പൂരിലാണ്. മോൾക്ക് 23 വയസ്സ്. ഭിന്നശേഷിയുള്ള 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 ഒരു കുഞ്ഞുണ്ട്. ആ ജോലി ഈ മോൾക്ക് വേണമെന്ന് മോൾ ആവശ്യപ്പെട്ടു. അപ്പോൾ അമ്മ പറഞ്ഞു, നിനക്ക് തന്നാൽ ശരിയാവില്ല, എനിക്ക് ഇങ്ങനെ വയ്യാത്തൊരു മോനില്ലേ, അവനെ എനിക്ക് മരിക്കുന്നത് വരെ നോക്കണം, അതുകൊണ്ട് ആ ജോലി അവർ വാങ്ങിച്ചു. എന്നിട്ട് ഈ വയ്യാത്ത മകനെ അവർ കൊണ്ടുപോയി സ്കൂളിലാക്കി തിരിച്ചു വരുമ്പോൾ വേഗത്തിൽ പാഞ്ഞു വരുന്നൊരു സ്കോർപ്പിയോ അവരെ ഇടിച്ച് തെറിപ്പിച്ചു. 100 അടിയെങ്ങാണ്ട് പോയി, ബോഡി തെറിച്ച് വീണ് മരണപ്പെട്ടു. അതൊരു സ്വാഭാവിക മരണമാണെന്നാണ് പോലീസ് വിചാരിച്ചത്. പക്ഷേ വളരെ പെട്ടെന്ന് അന്വേഷണത്തിൽ അതൊരു പ്ലാൻഡ് മർഡർ ആയിരുന്നു എന്നറിഞ്ഞു. അന്വേഷിച്ച് ചെന്നപ്പോഴാണ് അച്ഛൻ്റെ ജോലി കിട്ടാൻ അമ്മയെ കൊല്ലുന്നതിന് വേണ്ടി കൊട്ടേഷൻ കൊടുത്തത് 7 ലക്ഷം രൂപയ്ക്ക്. ആ കൊട്ടേഷനിൽ അച്ഛൻ്റെ ജ്യേഷ്ഠൻ, വല്യച്ഛനടക്കം അതിൽ പങ്കാളിയായിരുന്നു. ഇപ്പം എന്തുണ്ട് ബാക്കി? ഭിന്നശേഷിയുള്ള ഒരു കുഞ്ഞുണ്ട്, ബാക്കിയെല്ലാം കഴിഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതിനകത്തുനിന്ന് ജാതിയും മതവും എല്ലാം അങ്ങ് മാറ്റും. നമ്മളെ ആ സ്ഥാനത്തൊന്ന് സങ്കല്പിച്ച് നോക്കൂ. മക്കളെ വളർത്തി വലുതാക്കി എത്തുമ്പോൾ അച്ഛൻ മരിച്ചുപോയ അമ്മയെ കൊല്ലുന്ന മകളുള്ള കാലം എന്ന് പറഞ്ഞാൽ പിന്നെ എന്തില്ലാത്ത കാലമാണ്. കഴിഞ്ഞ ദിവസം എന്നോട് കരുനാഗപ്പള്ളി MLA സംസാരിക്കുമ്പോൾ CR മഹേഷും ഞാനും കൂടി സംസാരിച്ചപ്പോൾ പറയുമായിരുന്നു, ഇനിയുള്ള കാലത്ത് ജപ്പാനിലൊരു ഗോത്രാചാരം ഉണ്ടത്രേ. അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഈ ഭക്ഷ്യക്ഷാമം എങ്ങാണ്ട് വന്നപ്പോൾ ഉണ്ടാക്കിയ ഒരു ആചാരമാണ്. ഒരു ഗോത്രത്തിൽ 70 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അച്ഛനെയും അമ്മയെയും മക്കളെല്ലാവരും കൂടെ ചേർന്ന് പൂജയൊക്കെ നടത്തി മാലയൊക്കെ ഇട്ട് മലയുടെ മേളിൽ കൊണ്ടുവന്ന് അങ്ങ് വിടും. ആരും ഇല്ലാത്തൊരു മലയുടെ മേളിൽ സ്വർഗത്തിൽ കൊണ്ടാക്കുക. മനസ്സിലായില്ലേ? അതപ്പോൾ അവിടെ മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടിലും കണ്ടിട്ടില്ലേ? വൃദ്ധരായ ആളുകളെ 10-60 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അധികം ഒന്നും ചികിത്സിച്ച് വേദനിപ്പിക്കരുത്, ഒരുപാട് കഷ്ടപ്പെടുത്തരുത്, ഒരുപാട് കാശ് മുടക്കരുത്, അവരെ റെഡിയാക്കി അങ്ങ് വിട്ടേക്കണം. വലുതായിട്ട് ആശുപത്രിയിലൊന്നും കൊണ്ടുപോകണ്ട, വീട്ടിൽ കിടത്തി വീശി കൊടുത്താൽ വളരെ പെട്ടെന്ന് കച്ചവടം തീർന്ന് റെഡിയായി തരും എന്നൊക്കെ വിചാരിക്കുന്ന ചിന്ത നമ്മുടെ നാട്ടിലും ഉണ്ടായിട്ടില്ലേ? അത് ഈ ഗോത്രാചാരത്തിൻ്റെ വേറൊരു വേർഷനാണ്, ഒരു പോളിഷ്ഡ് വേർഷനാണ്, ഒരു പോളിഷ്ഡ് വേർഷൻ. എന്താ പറയുക, എന്ത് പറയാനാണ്? ഇതൊക്കെയാണ് കാലം, ഇതൊക്കെയാണ് കുടുംബം. ആകെ പറയാൻ ഇത്രയേ ഉള്ളൂ. അവനവൻ്റെ ജീവിതം അവനവൻ്റെ സന്തോഷത്തിലായി, അവനവൻ്റെ സ്വസ്ഥതയിലായി, അവനവന് വേണ്ടി 10-75% ജീവിക്കുക. 25% മക്കളും കുടുംബവും ബാക്കിയുള്ളതും എല്ലാം ഓക്കെ. ബാക്കിയെല്ലാം ഒരു 75% അവനവന് വേണ്ടിയായിരിക്കണം. അത് മറക്കാതിരിക്കുക. അതാണ് ഏറ്റവും പ്രധാനം.